നമസ്കാരം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഡോക്യുമെൻ്ററി സിനിമ എന്താണ് എന്നുള്ളതാണ്. ഡോക്യുമെൻ്ററി സിനിമ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡോക്യുമെൻ്ററികൾ കണ്ടിട്ടുള്ളതാണ്. ഡോക്യുമെൻ്ററി സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രീകരണമാണ് ഡോക്യുമെൻ്ററി. മറ്റ് സിനിമകളിലൊക്കെയാണ്. മറ്റ് സിനിമ സാധാരണ നമ്മൾ കാണുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു കഥയെ, ഒരു സംഭവത്തെ ഒക്കെ ആധാരമാക്കി ഭാവനയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രേക്ഷക മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്നതാണ് സിനിമ. അതൊരു കഥയാവാം, ചിലപ്പോൾ എവിടെയെങ്കിലും നടന്ന സംഭവമാകാം. പക്ഷെ അതൊക്കെ സംവിധായകൻ്റെ, തിരക്കഥാകൃത്തിൻ്റെ, കഥാരചയിതാവിൻ്റെ ഒക്കെ ഭാവനയുമായി കലർന്നിട്ട് അവർക്കിഷ്ടപ്പെട്ട ഒരു പരിണാമഗുപ്തിയിൽ, ഒരു എൻഡിങ്ങിൽ, ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ഒരു അവസാനിപ്പിക്കലിലൊക്കെ കൊണ്ടെത്തിയിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. അത് യാഥാർത്ഥ്യമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധവും ഉണ്ടാവില്ല, ഭാവനയായിരിക്കും. പക്ഷേ ഡോക്യുമെൻ്ററി സിനിമ അതല്ല, യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രീകരണമാണ് ഡോക്യുമെൻ്ററി. അതിൽ സങ്കല്പ ഭംഗിയെക്കാട്ടിലും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ സത്യസന്ധതയാണ് ഡോക്യുമെൻ്ററിയുടെ ആത്മ. ഒരു വ്യക്തിയെയോ സംഭവത്തെയോ സ്ഥലത്തെയോ ആശയത്തെയോ ഒക്കെ ഏറ്റവും യാഥാർത്ഥ്യ ബോധത്തോടെ ദൃശ്യങ്ങളുടെ മായാജാലങ്ങൾ ഏതുമില്ലാതെ തനത് സ്ഥലകാല ജീവിത സങ്കല്പത്തിൽ തന്നെ ക്യാമറയിൽ പകർത്തിയെടുക്കുന്നതാണ് ഡോക്യുമെൻ്ററി. അപ്പം അതിൽ ഭാവനയ്ക്ക് പ്രാധാന്യമില്ല, സാഹചര്യത്തിന് സ്വാധീനമില്ല. എന്താണോ സംഭവം, ആരാണോ വ്യക്തി, ആ വ്യക്തിയെ അയാളുടെ ജീവിത സാഹചര്യങ്ങളിലെ ഏറ്റവും സത്യസന്ധമായ ഒരു അവതരണമാണ് ഡോക്യുമെൻ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്യുമെൻ്ററി സങ്കല്പത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു സാധനമേ അല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നർത്ഥം. ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുമ്പോൾ കൃത്യവും ഗഹനവുമായ പഠന ഗവേഷണങ്ങൾ ആവശ്യമാണ്. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നത്, ആ ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്ന വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവാത്ത രീതിയിൽ, യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിൽക്കാത്ത രീതിയിൽ യഥാർത്ഥമായ ചിത്രീകരണമാണ് ഡോക്യുമെൻ്ററിക്ക് വേണ്ടത് എന്നർത്ഥം. ചരിത്രവും സംസ്കാരവും ഭൂമിശാസ്ത്രവും രാഷ്ട്രീയവും മതവും തുടങ്ങി മിക്ക വിഷയങ്ങളുടെയും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ദൃശ്യഭാഗങ്ങളോ സംഭാഷണങ്ങളോ ആയിരിക്കില്ല ഡോക്യുമെൻ്ററി സിനിമകളിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രീകരണ സമയത്ത് മികവേറിയ എഡിറ്റിംഗ് സാധ്യതകൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഡോക്യുമെൻ്ററികൾ ചിത്രീകരിക്കാൻ. ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യമായി ഏറ്റവും പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതിന് നല്ല റെഫറൻസിൻ്റെ ആവശ്യമുണ്ട്. പ്രധാനപ്പെട്ട വസ്തുതകളെ വലുതാക്കിയും നല്ല എഫക്റ്റ് നൽകി ചിത്രീകരിക്കണം. ഒരു ഡോക്യുമെൻ്ററി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വോയിസ് ഓവറായിട്ട്, ശബ്ദശകലങ്ങളായിട്ട് നമുക്ക് നൽകാം. അത് ഡോക്യുമെൻ്ററിയിൽ സാധാരണ ചെയ്യുന്നതാണ്. കമൻ്ററി പോലെ നൽകാം. പക്ഷേ ഒരു പ്രശ്നം, കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തെ വിശദീകരിച്ച് കൊടുക്കുന്ന ഒന്നാവരുത് കമൻ്ററി. ആ ദൃശ്യത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രേക്ഷക മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ സാധ്യതയുള്ളതായിരിക്കണം ഈ വോയിസ് ഓവർ. അങ്ങനെയാവുമ്പോൾ ആ കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് കാഴ്ചക്കാരൻ്റെ മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ ഈ വോയിസ് ഓവറിന് കഴിയും. ഈ ക്യാമറയുടെ ടെക്നിക്കുകൾ, എഡിറ്റിംഗ് തന്ത്രങ്ങൾ, അതൊന്നും ഡോക്യുമെൻ്ററിക്ക് പ്രാധാന്യമില്ല എന്നാണ് അർത്ഥം. ക്യാമറ എഫക്റ്റുകൾ, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഗിമ്മിക്കുകൾ, ഇതൊന്നും ഡോക്യുമെൻ്ററിയിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ വിട്ടുമാറുന്ന രീതിയിലുള്ള, യാഥാർത്ഥ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, യാഥാർത്ഥ്യത്തെ തമസ്കരിക്കുന്ന ഒരു രീതിയും ഡോക്യുമെൻ്ററിയിൽ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഡോക്യുമെൻ്ററി യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രീകരണമാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഒരു 5ഓളം പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററികളും അതിൻ്റെ സംവിധായകരെയും ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. മിക്കവാറും സിനിമയുടെ മേഖലയിൽ നിന്ന് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുമാണത്. എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിനുള്ള ഒരു ചോദ്യം ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അത് 5 മികച്ച ഡോക്യുമെൻ്ററികളും അവയുടെ സംവിധായകരുമാണ്. അതൊന്ന് ഓർത്തിരിക്കണം. അതിൽ കലാമണ്ഡലം ഗോപി എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്ററിയെ കുറിച്ച് പറയുന്നു. അത് സംവിധാനം ചെയ്ത അടൂർ ഗോപാലകൃഷ്ണനാണ്. കാവിൽ രാജ് ചെയ്ത ഖളൂരിക എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. പിണിയാൾ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് സിന്ദർ രാജഗോപാലനാണ്. പുലിക്കളിയാട്ടം ജിയോ സണ്ണി സംവിധാനം ചെയ്തതാണ്. നിണമൊഴുകിയ നീർച്ചാലുകൾ അത് ബൈജു ചന്ദ്രൻ സംവിധാനം ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ഒരു മാർക്കുള്ള ചോദ്യം എന്തായാലും ഈ 5 എണ്ണത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതൊന്ന് ഓർത്തിരിക്കണം. അടുത്തതായി ചർച്ച ചെയ്യുന്നത് ആനിമേഷൻ സിനിമ എന്നതിനെക്കുറിച്ചാണ്. ആനിമേഷൻ സിനിമ എന്താണെന്ന് നമുക്കറിയാം. ഒരു അചേതനമായ വസ്തുവിന് ജീവൻ കൊടുത്ത് ചലിപ്പിക്കുന്നതാക്കുക എന്നതാണ് ആനിമേഷൻ സിനിമകൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ വരകളിലൂടെ ചിത്രീകരിക്കുക, ആ നിശ്ചല ദൃശ്യത്തിന് സെക്കൻഡിലൊരു 20 ഫ്രെയിമുകൾ വീതം ചെയ്ത്
ചലിപ്പിക്കുന്ന രീതിയിലാക്കുക എന്നാണ് ആനിമേഷൻ സിനിമയുടെ രീതി. ടോം ആൻഡ് ജെറി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു കഥാപാത്രങ്ങളാണ്. അത് ആനിമേഷനാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ പഴയതുപോലെയല്ല, ആനിമേഷന് മികച്ച സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളൊന്നും ഇല്ലാത്ത ഒരു പഴയ കാലത്ത് ഓരോ ഫ്രെയിമും ഓരോ ചലനവും പേപ്പറിൽ വരച്ച് അങ്ങനെ 20 ചിത്രങ്ങൾ, 20 ഫ്രെയിമുകൾ, 20 ഫോട്ടോകൾ അത് ഒരുമിച്ചാക്കി ചലിപ്പിക്കുന്ന രീതിയിലാക്കിയിട്ടാണ് ആനിമേഷൻ സിനിമകൾ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ആധുനിക സോഫ്റ്റ്വെയറുകളിലൂടെ വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കഥയുണ്ടാക്കൽ, കഥാപാത്രങ്ങളുടെ നിർമ്മിതി, സ്കെച്ചുകൾ വരയ്ക്കൽ, സെൽ പേപ്പറുകളിൽ ചിത്രങ്ങൾ പുനഃസൃഷ്ടിക്കൽ, ചിത്രീകരണം, കമ്പോസിങ്, എഡിറ്റിങ്, സൗണ്ട് എഡിറ്റിങ്, സ്പെഷ്യൽ എഫക്റ്റ്, ഇങ്ങനെ ഒത്തിരി മേഖലകൾ ചേർന്നിട്ടാണ് ഈ ആനിമേഷൻ സിനിമ വരുന്നത്. സാധാരണ ആനിമേഷൻ സിനിമകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സുതാര്യമായ ഒരുതരം പ്ലാസ്റ്റിക് ഷീറ്റിൽ, എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള OHP പോലുള്ള ഷീറ്റുകളിലാണ് ഇതിനാവശ്യമായ കഥാപാത്രങ്ങൾ വരയ്ക്കുന്നത്. ഒരു ചിത്രത്തിനെ ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രംഗം ഒരു പേപ്പറിൽ വരയ്ക്കുന്നു. പേപ്പറിൽ വരച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ട്രാൻസ്പെറൻ്റായ ഷീറ്റിട്ട് അതിനെ ട്രേസ് ചെയ്യുന്നു. ഓരോ ചിത്രത്തിലും അതിൻ്റെ ചലനം സാധ്യമാകുന്ന രീതിയിൽ മാറ്റി മാറ്റി വരയ്ക്കുന്നു. ഈ വരച്ച ചിത്രങ്ങളെ മുഴുവൻ റോസ്റ്റർ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അത് 24 ചിത്രങ്ങൾ ഒരു ഫ്രെയിമിൽ വരത്തക്ക രീതിയിൽ തുടർച്ചയായിട്ട് കാണിക്കുമ്പോൾ ഈ ചിത്രങ്ങൾ ചലിക്കുന്ന പോലെ കാണുന്നു. ഇതാണ് ഈ പറയുന്ന ആനിമേഷൻ സിനിമയുടെ തത്വം. എന്നാൽ ഇപ്പോൾ ഒന്നാമത്തെയും അവസാനത്തെയും ചലനം മാത്രം വരച്ചാൽ അതിനുള്ളിലുള്ള ചലനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി ചെയ്തു പോകുന്ന സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. മായ, 3D Max പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ആനിമേഷൻ സിനിമയിൽ വരുന്നുണ്ട്. അവതാർ പോലുള്ള ആനിമേഷൻ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടുകൂടി മായ, 3D Max പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ പഴയതുപോലെ കൈവച്ച് വരച്ച് ചെയ്യുന്ന രീതി നിലവിലില്ല എന്നർത്ഥം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വിശദീകരണങ്ങളാണ് എല്ലാത്തിനും നൽകിയിട്ടുള്ളത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകിൽ കമൻറ്റുകളായോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്. വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും ഭാഗം കൂടുതൽ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.